നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊടകര ബ്ലോക്ക് തല തൊഴിൽമേള തലോറിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഭദ്ര മനു, MB സജിൻ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, അളകപ്പനഗർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK പ്രസാദ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ AK വിനീത, തലോർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ ഒരു രണ്ടാം തലമുറ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് പ്രത്യേകമായ ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളം ഒരുപാട് കാര്യങ്ങളിൽ ഒട്ടേറെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തുടങ്ങി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളിലടക്കം ഒരു സമൂഹം എങ്ങനെയാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും ഉൽപാദന മേഖലകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ മുന്നേറ്റങ്ങളുടെയും അടയാളങ്ങളായി കേരളം നിലനിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലില്ലാത്തവർക്ക്, തൊഴിൽ അന്വേഷകർക്ക് അവരെ സഹായിക്കുന്ന രൂപത്തിലുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള തൊഴിൽ മേളകൾ നടക്കുകയാണ്. അഭ്യസ്തവിദ്യരായ തൊഴിൽ രഹിതരുടെ കേരളത്തിലെ പൊതുവായ സാന്നിധ്യത്തെ സംബന്ധിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. ആരാധനായിട്ടുള്ള ഉദ്ഘാടകൻ വളരെ സരസമായിട്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിൽ യാഥാർത്ഥ്യത്തിൻ്റെ വലിയ ഒരു അംശമുണ്ട്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഒരിക്കലും അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇനി എന്ത് വിദ്യാഭ്യാസം നേടി വരിക എന്നുള്ളതാണ്. അതിനുശേഷം പലരും നമ്മളോടത്ത് സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കും, ജോലിയായില്ലേ. പലതരത്തിലുള്ള മറുപടി ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട്.